അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷയമവ്യയം നലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥാ. വലിയ സ്തോത്രമാണ് കുന്തിദേവിയുടെ സ്തോത്രം. ഇവിടെ പറയുന്നു, ഭഗവാനെ നിന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ഒരു മായയാകിയ തേച്ചീലയുടെ പിറകിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ ഭഗവാൻ ഇടയ്ക്ക് അവതാരം ചെയ്യുന്നു. എന്തിനാ ചോദിച്ചാൽ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം, മഹാത്മാക്കളായ ജ്ഞാനികൾ ഭഗവാനെ ശരണം പ്രാപിക്കണം. അങ്ങനെ മഹാത്മാക്കളെയും ആകർഷിക്കാൻ വേണ്ടിയാണ്, അവർക്കും ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ. അതുകൊണ്ടാണ് ആദിശങ്കരാചാര്യൻ, മധ്വാചാര്യൻ, രാമാനുജാചാര്യൻ എന്ന വലിയ വലിയ ആചാര്യന്മാരൊക്കെ കൃഷ്ണഭക്തി ചെയ്യുന്നു. എന്താ കാരണം? അങ്ങനെ ആചാര്യന്മാർ ഭക്തി ചെയ്യുമ്പോഴാണ് ഭഗവാനൊക്കെ വരുന്നത്. നമ്മളൊക്കെ ഭക്തി ചെയ്താൽ കുഴപ്പമില്ല, കാരണം നമ്മൾക്ക് അജ്ഞാനികളാണ്. അജ്ഞാനികളായി നമുക്ക് ഭഗവാൻ തന്നെ ഗതിയുള്ളൂ. അപ്പം ജ്ഞാനികൾക്ക് ഒന്നും ആവശ്യമില്ല. എന്നിട്ടും ജ്ഞാനികളൊക്കെ ശരണ്യോ ലോകേശഃ മമബോധ കൃഷ്ണ അക്ഷിവിഷയ, എൻ്റെ മുന്നിൽ കൃഷ്ണൻ നിൽക്കട്ടെ എന്ന് ആദിശങ്കരാചാര്യൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ മധ്വാചാര്യൻ ഒരു കപ്പലിൽ ഒരു വ്യാപാരികളൊക്കെ ദ്വാരകയിൽ നിന്നും വ്യാപാരം ചെയ്ത് കപ്പലിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നു, രത്നങ്ങളൊക്കെ. അപ്പോൾ കപ്പലിൻ്റെ ഭാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കല്ല് എടുത്തു വച്ചു. ആ കപ്പൽ ഈ ഉടുപ്പിയുടെ അടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് പുയൽ കാറ്റ് വരാൻ തുടങ്ങി, കൊടുങ്കാറ്റ്, സുനാമി വരാൻ തുടങ്ങിയപ്പോൾ അവരെ എല്ലാവരും കരയിൽ നിൽക്കുന്ന മധ്വാചാര്യനോട് പ്രാർത്ഥിച്ചു, ഗുരുനാഥ ഞങ്ങളെ രക്ഷിക്കണേ, നിറച്ചും സാധനങ്ങൾ കപ്പലിൽ വെച്ചിട്ടുണ്ട്, രത്നങ്ങൾ എന്തൊക്കെ വേണോ നിങ്ങൾക്ക് തരാം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ശരിക്കും മധ്വാചാര്യൻ വായു ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വേദത്തിൽ വായു സൂക്തമുണ്ട്. വായോ ശുക്രോ ആയാമിന് ഒരു മന്ത്രം ചൊല്ലി ആ കൊടുങ്കാറ്റ് നിർത്തി. പിന്നെ കപ്പൽ കരയിൽ വന്ന ശേഷം ആ വ്യാപാരികൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട സാധനം രത്നമോ സുവർണമോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ പറഞ്ഞു. അദ്ദേഹം ആ കപ്പലിൽ കഴിഞ്ഞാൽ ചുറ്റി നോക്കുമ്പോൾ അവിടെ ഒരു ഗോപി കട്ട, നമ്മൾ ഗോപി തൊടാറുണ്ടല്ലോ, അതൊരു കല്ല് പോലെ ദ്വാരകയിൽ ഉണ്ടാവും. അതിൽ നിന്നൊരു ഭാരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അത് ഗോപി കണ്ടപ്പോൾ ഈ ഗോപി കട്ട മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി, ഈ കല്ല് മാത്രം കൊടുത്താൽ മതി പറഞ്ഞാൽ അദ്ദേഹം അതിനൊരു പ്രദക്ഷിണം വെച്ച് ഒരു നമസ്കരിച്ച് തൊഴുത പോലെ തരുത്തേന് ആ കല്ല് രണ്ടായി ഉടഞ്ഞു. അതിൻ്റെ നടുക്ക് ഭഗവാൻ കൃഷ്ണ വിഗ്രഹം, ഉടുപ്പി കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കൃഷ്ണനെയാണ് ഉടുപ്പി ക്ഷേത്രത്തിൽ മധ്വാചാര്യൻ പ്രതിഷ്ഠിച്ചു. അങ്ങനെ മധ്വാചാര്യനും പിന്നെ രാമാനുജാചാര്യൻ, അദ്ദേഹം അതേപോലെ ഡൽഹിയിൽ നിന്നും ഒരു ഭഗവാന്റെ വിഗ്രഹം, ഒരു മുസ്ലിം രാജാവ് എന്ത് ചെയ്തു? പല ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് അതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഡൽഹിയിൽ അവിടെ ഒരു മുറിയിൽ വെച്ചിട്ടുണ്ട്. ഈ രാമാനുജാചാര്യൻ മേൽക്കോട്ട എന്ന സ്ഥലമുണ്ട് മൈസൂരുടെ അടുത്ത്. അവിടെ നിന്നപ്പോൾ അമ്പലമുണ്ട്, അവിടെ വിഗ്രഹമില്ല. വിഗ്രഹം എവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ മുസ്ലിം രാജാവ് കൊണ്ടുപോയി. ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനിവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഡൽഹി വരെ ചെന്നു രാജാവോട് പറഞ്ഞു, നിങ്ങളുടെ കൊട്ടാരത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഗ്രാമത്തിലിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹമുണ്ട്, അത് തരണം. അപ്പോൾ അദ്ദേഹം രാജാവ് പറഞ്ഞു, ഇവിടെ ഒരു മുറി മുഴുവൻ വച്ചിട്ടുണ്ട്, ഏതാണോ നിങ്ങളുടെ വിഗ്രഹം നോക്കിയെടുത്തോളൂ. അദ്ദേഹം നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ട ഭഗവാന്റെ രൂപം അവിടെ ഇവിടെ ഇല്ലല്ലോ പറഞ്ഞപ്പോൾ, അപ്പോൾ രാജാവിൻ്റെ പെൺകുട്ടി ഒരു വിഗ്രഹം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് രാമാനുജാചാര്യൻ മനസ്സിലാക്കി, ഈ വിഗ്രഹമാണ് ഞങ്ങളുടെ ഗ്രാമത്തിലിരിക്കുന്ന വിഗ്രഹം, ദേവൻ്റെ വിഗ്രഹം, അത് തന്നോളൂ. പക്ഷേ മുസ്ലിമിൻ്റെ ആ പെൺകുട്ടി ഇത് ഞാൻ കൊടുക്കുന്നില്ലേ പറഞ്ഞു. രാമാനുജൻ വിളിക്കുന്നു, പ്രേമകുമാര പ്രേമകുമാര ശീഘ്രം ആഗച്ഛ, പ്രേമകുമാര സമ്പത്കുമാര ശീഘ്രം ആഗച്ഛ. വേഗം വരൂന്ന് വിളിച്ചപ്പോൾ മുസ്ലിം രാജാവ് വിചാരിച്ചിരുന്നു ഇത് വിഗ്രഹമല്ലേ വിചാരിച്ചിരുന്നു.
പക്ഷേ രാമാനുജാചാര്യൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ആ വിഗ്രഹം തുള്ളിച്ചാടി രാമാനുജൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ആ മുസ്ലിമിൻ്റെ ആ രാജാവിൻ്റെ പെൺകുട്ടി നാഥ എൻ്റെ അടുത്ത് വരൂ പറഞ്ഞ് വിളിച്ചപ്പോൾ വീട്ടിൽ അങ്ങോട്ട് ചെന്നു ആ വിഗ്രഹം. രാജാവ് തന്നെ പേടിച്ചു പോയി. ഈ വിഗ്രഹം വിചാരിച്ചു ചൈതന്യമുള്ള കുട്ടികളെ ഇങ്ങോട്ട് ചാടുന്നുണ്ടല്ലോ. അപ്പോൾ രാമാനുജാചാര്യൻ ആ വിഗ്രഹം വാങ്ങി പുറപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി കരയുന്നു. അപ്പോൾ പെൺകുട്ടിയും ചേർത്ത് പറഞ്ഞു ഈ പെൺകുട്ടിയും വിളിച്ചു കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ ഐക്യമായി ആ പെൺകുട്ടിയും. അങ്ങനെ രാമാനുജാചാര്യൻ, മധ്വാചാര്യൻ, ശങ്കരാചാര്യൻ്റെ കാലടിയിൽ ഇപ്പോഴും ആ കൃഷ്ണൻ്റെ അമളമുണ്ട്. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരം ചെയ്തു എന്നോട് കുന്തിരി പറയുന്നു. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം. മഹാത്മാക്കൾ ഭക്തി ചെയ്യുമ്പോഴാണ് ഭഗവാനുക്ക് പെരുമ. പിന്നെ കുന്തി വീണ്ടും ഭഗവാനെ നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ഭക്തി പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ ചെയ്ത കരുണയെ ഓർത്ത് കരയണം. അതാണ് തത്തേ അണുകമ്പാം സുസമീക്ഷമാണ എന്നാണ് ബ്രഹ്മാവ് പറയുന്നു. അതാണ് ഇവിടെ കുന്തിദേവിയും പറയുന്നു. കൃഷ്ണ, നീ അവതാരം ചെയ്തിട്ടും കൃഷ്ണന്റെ അച്ഛനമ്മമാർ 10 കൊല്ലം ജയിലിൽ ബുദ്ധിമുട്ടിയിരുന്നു. യഥാ ഋഷികേശ ഖലേന ദേവകി കംസേന റുദ്ധ അതിചിരം സ്ഥാപിത. പിന്നെ ദേവകിയെ വസുദേവന്മാരെ ഭഗവാൻ രക്ഷിച്ചു, കുട്ടികളെ രക്ഷിച്ചിട്ടില്ലേ? അവരുടെ 6 കുട്ടികളെ കംസൻ പാറയിൽ അടിച്ചു കൊന്നു. പക്ഷെ കുന്തിദേവിക്ക് അങ്ങനല്ലേ? വിമോചിതാഹഞ്ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. അവിടെ ദേവകിക്ക് ദുഃഖം വന്നാൽ സമാധാനം ചെയ്യാൻ ഒരു ആൾ അടുത്തുണ്ടായിരുന്നു. ആരാണ്? വസുദേവൻ, ദേവികയുടെ ഭർത്താവ്. കുന്തി പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവും പോയി വിധവയായി ഞാൻ സങ്കടപ്പെടുന്നത് കണ്ടപ്പോഴാണ് ഭഗവാനെ നീ എൻ്റെ കുട്ടികളെയും എന്നെയും രക്ഷിച്ചല്ലോ. എങ്ങനെ രക്ഷിച്ചു? ഇവിടെ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നു. മഹാഭാരതം മുഴുവനും ഇവിടെ വർണ്ണിക്കുന്നു കുന്തിദേവി. വിഷാത്ത് മഹാഗ്നേഹി പുരുഷാദ ദർശനാത്ത് അസത്സഭായാ വനവാസകൃത്സതഃ മൃധേ അനേകമഹാരഥാസ്ത്രതഃ ദ്രൗണ്യസ്ത്രതശ്ചാസ്മഹരേഭിരക്ഷിതാഃ. ഭീമന്റെ ചെറുപ്പത്തിൽ മോദകത്തിൽ വിഷം വെച്ച് കൊടുത്തപ്പോൾ ഭഗവാൻ അവിടെ രക്ഷിച്ചു. വിഷാത്ത്, സാധാരണ വിഷം കഴിച്ചവർ മരിക്കും, പക്ഷെ ഭീമൻ വിഷം കഴിച്ചിട്ട് കൂടുതൽ ശക്തിയോട് തിരിച്ചു വന്നു. അത് മഹാഭാരതം പഠിച്ചവർക്ക് അത് മനസ്സിലാവും. മയങ്ങി വീണു ഭീമൻ. അപ്പോൾ കാട്ടുവള്ളി കൊണ്ട് കട്ടി അവർ നദിയിൽ ഇട്ടപ്പോൾ അവിടെ ഇങ്ങനെ പാമ്പൊക്കെ കൊത്തിയപ്പോൾ അവൻ്റെ ഒറിജിനൽ വിഷം മാറി നാഗലോകം വരെ ചെന്നു. അപ്പോൾ നാഗരാജാവ് പറഞ്ഞു, ഈ ഭീമൻ കൃഷ്ണൻ്റെ സ്വന്തക്കാരനാണ്, കൃഷ്ണൻ്റെ ബന്ധുവാണ്. ഈ ഭീമനെ നമ്മൾ ഇവിടെ വെച്ചാൽ പിന്നെ കൃഷ്ണൻ ചക്രവുമായി ഇവിടെ പാതാളത്തിൽ വന്ന് എല്ലാ പാമ്പുകളെയും പടവലങ്ക പോലെ നറുക്കിയതല്ലോ. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ആദ്യം ഭീമന് കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാമെന്ന്. അവിടെ രസം എന്നൊരു സാധനമുണ്ട്, അത് കുടിച്ചാൽ ഒരു ആനയ്ക്കുള്ള ബലമുണ്ടാവും. ഭീമനോട് എത്ര വേണമെങ്കിലും കുടിച്ചോളൂ പറഞ്ഞപ്പോൾ 1000 ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഒരു ആന ബലമുള്ള ഭീമനക്ക് 1000 ആനയുടെ ബലം കിട്ടി. കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എന്തായി? കൂടുതൽ ശക്തിയോട് വന്നു. അതാണ് ഭഗവാന്റെ കാരുണ്യം. വിഷാത്ത് മഹാഗ്നേഹി. അതേപോലെ അറക്കില്ലത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയും ഭഗവാൻ വിതുരൻ മൂലം രക്ഷിച്ചു. ഭഗവാൻ നേരിട്ട് വരാറില്ലേ, ഓരോരോ ആൾ മൂലം ഭഗവാൻ രക്ഷിക്കും. മഹാഗ്നേഹി. പിന്നെ കാട്ടിൽ ചെല്ലുമ്പോൾ ഇടുമ്പൻ പേരുള്ള അസുരൻ, അപ്പോഴും ഭഗവാൻ രക്ഷിച്ചു. പിന്നെ അസത്സഭായാഹ. ദ്രൗപദിക്ക് ആപത്ത് വന്ന സമയത്തിലും ഭഗവാൻ വസ്ത്രരൂപത്തിൽ അവതരിച്ച് രക്ഷിച്ചു. വനവാസകൃത്സതഃ. അതുപോലെ കാട്ടിൽ എത്ര കഷ്ടങ്ങളാണ്. പല രാക്ഷസന്മാരും പലവിധമായ കഷ്ടങ്ങൾ ബന്ധുക്കൾ മൂലം. ഈ ദ്രൗപദിക്കുള്ള കഷ്ടം പറയാൻ പറ്റില്ല. ആദ്യം ദുഷ്ടനായ ദുശാസനൻ, പിന്നെ ഭാഗവതരായ ഭീഷ്മൻ മൂലം തന്നെ കഷ്ടം.
പിന്നെ ഇങ്ങനെ പല ആൾക്കാരുമുള്ള കഷ്ടം. അപ്പുറം പിന്നെ ഒരു ഋഷിയുടെ കഷ്ടം. വനവാസ കൃത്സത ദുർവാസ മഹർഷി ദുര്യോധനന്റെ കൊട്ടാരത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ഭക്ഷണം കൊടുത്തു. ദുര്യോധനൻ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കൊട്ടാരത്തിൽ വന്നതുപോലെ എൻ്റെ ഏട്ടൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലണം, വനവാസത്തിലിരിക്കുന്ന എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ചെല്ലണം, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ചെല്ലണം പറഞ്ഞു. 1 മണിക്ക് ശേഷം ചെല്ലണം പറയാൻ എന്താ കാരണം? കാട്ടിൽ ബ്രാഹ്മണന്മാർ കൂടുതൽ ഒപ്പം ഉണ്ടായിരുന്നു യുധിഷ്ഠിരൻ്റെ ഒപ്പം. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് പഴം കഴിച്ചാൽ മതി, പക്ഷേ ബ്രാഹ്മണന്മാർക്ക് നല്ല സാപ്പാട് കൊടുക്കണ്ടേ. അത് എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ധൗമ്യൻ പേരുള്ള അദ്ദേഹത്തിൻ്റെ ആചാര്യൻ സൂര്യഭഗവാനെ കുറിച്ച് ഒരു മന്ത്രം ഉപദേശം കൊടുത്തു. ആ ഉപാസന ചെയ്തപ്പോൾ സൂര്യഭഗവാൻ ഒരു അക്ഷയ പാത്രം കൊടുത്തു. ആ പാത്രത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടും, എത്ര ചോദിച്ചാലും കിട്ടും. ആ പാത്രം കൊണ്ട് എല്ലാ ബ്രാഹ്മണന്മാർക്കും ഭക്ഷണം കൊടുത്ത് അവസാനം ദ്രൗപദിയും കഴിച്ചു കഴിഞ്ഞാൽ കഴുകി വെച്ച ശേഷം പിന്നെ അടുത്ത ദിവസമേ ഭക്ഷണം കിട്ടുള്ളൂ. അതാണ് ഇത് ഇവിടെ ഡെയിലി റൊട്ടീൻ. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത ശേഷമേ അവർ കഴിക്കുള്ളൂ. ദ്രൗപദി കഴിച്ചാൽ പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല. ദ്രൗപദി എന്തായാലും 12:30-ക്ക് എല്ലാവർക്കും കൊടുത്ത് 12:30 1 മണിക്കേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ദുര്യോധനൻ 1 മണിക്ക് ശേഷം ചെല്ലണം പറഞ്ഞത്. 1 മണിക്ക് ശേഷം ചെല്ലണം പറഞ്ഞപ്പോൾ ദുർവാസൻ അവിടെ വന്നു. അതപ്പോൾ ധർമ്മപുത്രൻ എന്ത് ചെയ്യണം? ആദ്യം ഭാര്യയോട് ചോദിക്കണ്ടേ, ഭക്ഷണം ഉള്ളതുണ്ടോ? ഒരാൾ വീട്ടിൽ വന്നാൽ ചായ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ പോരാ, ചായക്ക് പൊടിയുണ്ടോ, പാളുണ്ടോ ചോദിക്കണ്ടേ. അതുകൊണ്ട് ചോദിച്ചിട്ടില്ലേ ധർമ്മപുത്രൻ. ദ്രൗപദിയോട് പറഞ്ഞു, ദുർവാസ മഹർഷി വന്നിട്ടുണ്ട്, 1000 ശിഷ്യൻ, അദ്ദേഹത്തിന് 10,000 ഐതാഗ്ര ഭുക്യ, അദ്ദേഹം 10,000 ശിഷ്യന്മാരാണ്, 10,000 ശിഷ്യന്മാരോട് വന്നിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കൂ പറഞ്ഞാൽ ദ്രൗപദി എന്ത് ചെയ്യും? ധർമ്മപുത്രക്ക് പേടിയില്ലേ? എന്നാൽ ദ്രൗപദി വിളിച്ചാൽ വിളി കേൾക്കാൻ ഒരാളുണ്ട്. അന്ന് ഒരു പുടവ് ചോദിച്ചപ്പോൾ 10,000 പുടവ് കിട്ടിയില്ലേ? ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം ചോദിച്ചാൽ 10,000 ഭക്ഷണം കിട്ടും. ആ വിശ്വാസമാണ്. ദ്രൗപദിയോട് പറഞ്ഞപ്പോൾ ദ്രൗപദി കണ്ണനെ വിളിച്ചു, കണ്ണാ എന്നെ രക്ഷിക്കണേ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണൻ അവിടെ കുതിരയിൽ വന്നു. വന്ന കണ്ണൻ, എനിക്ക് വിശക്കുന്നു വന്നു, ഭക്ഷണം തരുമോ? അപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഇപ്പോൾ തന്നെ ദുർവാസ മഹർഷി വന്നിട്ടുണ്ട്, 10,000 ആളുകളും, അവർക്ക് കൊടുക്കാൻ തന്നെ എനിക്ക് കയ്യിൽ ഭക്ഷണം ഇല്ലേ. ഞാൻ അന്ന് പാത്രം കൊടുത്തില്ലേ? ശരിക്കും സൂര്യഭഗവാനാണ് കൊടുത്തു. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നു, ആണയിത്വ മമസ്ഥാലിയും, എൻ്റെ പാത്രം കൊണ്ടുവരും. കാരണം സൂര്യൻ്റെ ഉള്ളിൽ കൃഷ്ണനാണ്, സൂര്യമണ്ഡല മധ്യവർത്തി ഭഗവാൻ നാരായണ. പിന്നെ ദ്രൗപദി പാത്രം കാണിച്ചപ്പോൾ ഒരേ ഒരു ചീര കഷ്ണം ഉണ്ടായിരുന്നു, ഒരേ ഒരു പത്ത് ഉണ്ടായിരുന്നു. അത് എടുത്ത് ഭഗവാൻ വിശ്വാത്മാ പ്രിയതാം ഹരിഹി എന്ന് പറഞ്ഞ് ഭഗവാൻ അത് കഴിച്ച് സന്തോഷിച്ചപ്പോൾ എന്തായി? ദുർവാസ മഹർഷിക്കും ശിഷ്യന്മാർക്കും പൂർണ്ണ സന്തോഷമായി. ഇങ്ങനെ ഋഷിയിൽ നിന്ന് വന്ന ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷപ്പെടുത്തി. വനവാസകൃത്സ്രത മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രത ദ്രൗണ്യസ്ത്രതശ്ചാസ്മഹേഭിരക്ഷിതാ. അതേപോലെ നരകാസുരന്റെ പുത്രൻ ഭഗദത്തൻ പേരുള്ള രാജാവ്, അവൻ്റെ കയ്യിൽ വൈഷ്ണവാസ്ത്രം കൊടുത്തിരുന്നു. ആ വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചു അർജുനനെ വധം ചെയ്യാൻ വേണ്ടി. അർജുനൻ എவ்வளോ ശ്രമിച്ചിട്ടും അത് നിർത്താൻ പറ്റാതായപ്പോഴാണ് തേര് തെളിച്ച കൃഷ്ണൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ആ വൈഷ്ണവാസ്ത്രം വന്നപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ മാലയായി. ഇങ്ങനെ എത്ര കഥ ഇവിടെ പറഞ്ഞാൽ മഹാഭാരതം കൊണ്ട് പറയേണ്ടി വരും. പിന്നെ അവസാന ദിവസം ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഒന്നും ആദ്യ രഥത്തിൽ നിന്ന് ഇറങ്ങൂ, പിന്നെ ഞാൻ ഇറങ്ങാം. അപ്പോൾ അർജുനൻ പറഞ്ഞു, അങ്ങനെ മുറയില്ലല്ലോ. ചിട്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡ്രൈവർ ഇറങ്ങി കതവ് തുറന്ന ശേഷമേ ഉള്ളിലിരിക്കുന്ന ആൾ ഇറങ്ങാറുള്ളൂ. അതാണ് നിയമം. എല്ലാ ദിവസവും നീയല്ലേ ആദ്യം ഇറങ്ങേണ്ടത്, ഇന്ന് മാറി ഇറങ്ങാൻ പറയാൻ എന്താ കാരണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞത് കേൾക്കണം, അതാണ് ഞാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറങ്ങിക്കോളൂ. ശരി പറഞ്ഞ അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങി. അർജുനൻ ഇറങ്ങിയ ശേഷം ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും തേരിൽ ഇറങ്ങിയ അടുത്ത ക്ഷണം പെട്ടെന്ന് തീ പിടിച്ചു, ഭസ്മമായി ആ തേര്. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഇങ്ങനെ തേര് ഭസ്മമാവാൻ എന്താ കാരണം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മൃധേ മൃധേ അനേകമാ, പല മഹാരഥറുകളും ആഗ്നേയാസ്ത്രം, ഇങ്ങനെ ബ്രഹ്മാസ്ത്രം, പല അസ്ത്രങ്ങൾ ഈ രഥത്തിൽ പ്രയോഗിച്ചിരുന്നു. അത് ഞാൻ ഉള്ളത് കൊണ്ട് ഇതുവരെ അത് നശിച്ചിട്ടില്ല. അപ്പോൾ അർജുനൻ
സാധാരണ മിടുക്കനല്ലേ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് നീ ഇറങ്ങി പോകാറുണ്ടല്ലോ, അപ്പോൾ ഈ രഥം കത്തിയിട്ടില്ലല്ലോ, ഇപ്പോൾ മാത്രം കത്താൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു ഭഗവാൻ, ഇത് 18 ദിവസം വരെ നമ്മുടെ കൊടിയിലുള്ളിൽ ഹനുമാൻ സ്വാമി ഉണ്ടായിരുന്നു. ഹനുമാൻ സ്വാമി ഉള്ളത് കൊണ്ട് എന്തായി, ഞാൻ ഇടയ്ക്ക് ഇറങ്ങിയാലും നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ ശേഷം ഹനുമാൻ സ്വാമി ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ നീ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഭസ്മമാവാൻ കാരണം. ഭഗവാൻ പറഞ്ഞു, മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രതഃ ദ്രൗണ്യസ്ത്രതശ്ചാസ്തഹരേ വിരക്ഷിതാഃ. ഇങ്ങനെ ഓരോ ആപത്തിലും ഞങ്ങളെ രക്ഷിച്ചല്ലേ ഭഗവാനെ, അതുപോലെ എപ്പോഴും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. എപ്പോഴും ഞങ്ങളുടെ മനസ്സും ബുദ്ധിയും നിന്റെ പാദത്തിലാവണം. രതിമുദ്വഗദാദഗ്ധ ഗംഗൈവോഘമുദൻവതി. കുന്തിദേവി പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ ഇരിക്കണം പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ ഭഗവാൻ കുന്തിര കൊട്ടാരത്തിൽ അന്ന് താമസിക്കുന്നു. പിന്നെ ഭീഷ്മണക്ക് ഭഗവാൻ ചെയ്യുന്ന രംഗമാണ്.